എൻ്റെ തംബ്നെയിൽ കണ്ട ഉടനെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടാൻ ആഗ്രഹിക്കുന്നതോടെ ഞാൻ പറയട്ടെ, ദയവായി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക. വലിയ വിവാദങ്ങൾ ഉണ്ടാകും, കൂടാതെ വിമർശിക്കപ്പെടും എന്ന കാരണം കൊണ്ട് തന്നെ പലരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. സ്വയംഭോഗം പാപമാണോ, പാപമാണെങ്കിൽ എന്തുകൊണ്ട്, പാപമല്ല എങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, അഡൽട്ട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ തന്നെ കാണുവാൻ ശ്രമിക്കുക. ഈ കാലത്ത് അതൊരു വിഷയമല്ല. നല്ല ശതമാനം ആളുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ പ്രത്യേകിച്ച് യൂട്യൂബിനകത്തും ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലവഴിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. ഒരു പാർട്ട്ണറുടെ സഹായമില്ലാതെ സ്വന്തമായ ലൈംഗിക ആസ്വാദനമാണ് വാസ്തവത്തിൽ സ്വയംഭോഗം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പാപമായിട്ട് പലരും കണക്കാക്കുന്നത്? ആ പാപമാണെന്ന് പറയാനുള്ള ഒന്ന് രണ്ട് റീസൺ ശ്രദ്ധിച്ച്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ മലയാള വേദപുസ്തകത്തിനകത്ത് സ്വയഭോഗികൾ എന്നൊരു പദം കാണാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഇംഗ്ലീഷ് ബൈബിളിൽ അത്തരത്തിലുള്ളൊരു വാക്ക് അല്ലെങ്കിൽ മാസ്റ്റുർബേഷൻ എന്നൊരു വാക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എങ്കിലും വേദപുസ്തകത്തിൽ അങ്ങനെ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ പാപമാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് സ്വയംഭോഗം പാപമാകുന്നത്? വേറെ ആർക്കും ദോഷം ചെയ്യുന്നില്ല. സ്വയമായി തന്നെ ലൈംഗികമാകുന്ന ആസ്വാദനം ലഭിക്കുന്ന ആ പ്രവൃത്തി എന്തുകൊണ്ട് പാപമാകുന്നു എന്നും പലപ്പോഴും വിശദീകരിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് ഇത് പാപമാണ് എന്ന് വിശദീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ചാകുന്നു, അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നടക്കുമ്പോൾ കോടാനുകോടി കുഞ്ഞുങ്ങൾ ഇല്ലാതായി പോകുന്നു, ചത്തുപോകുന്നു. അതൊരു കൊലപാതകമാണ്. അതുകൊണ്ട് സ്വയംഭോഗം പാപമാണ് എന്ന് പറയുന്ന വാദഗതികളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞുണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ അത്തരത്തിൽ സെക്സിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും പുറപ്പെടുന്നത് ഏകദേശം 40 മില്യൺ മുതൽ 500 മില്യൺ വരെ സ്പേം ആയിരിക്കും പുറപ്പെടുന്നത്. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അപ്പോൾ ഏകദേശം കോടിക്കണക്കിന് സ്പേമാണ് ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി തന്നെ സെക്സിൽ ഏർപ്പെടുമ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഒരു സ്പേം മാത്രമാണ് കുഞ്ഞുണ്ടാകുവാനായിട്ട് സഹായിക്കുന്നത്. ബാക്കി കോടിക്കണക്കിന് സ്പേമും അത് നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുള്ള എല്ലാ വ്യക്തികളും ഇത് കണക്ക് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് വാദിക്കേണ്ടി വരും. അതും ഒരു കൃത്യമാകുന്ന ഒരു ഉത്തരമല്ല. അടുത്തൊരു വാദം എന്ന് പറയുന്നത് സെൽഫ് പ്ലഷറിന് വേണ്ടിയിട്ടാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. പാർട്ട്ണർക്ക് സംതൃപ്തി വരുന്നില്ല. സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറുടെ സംതൃപ്തിക്കാണ് ഇമ്പോർട്ടന്റ്, സ്വന്തം സുഖത്തിനല്ല എന്നൊരു വാദവുമുണ്ട്. അത് വാസ്തവത്തിൽ അംഗീകരിക്കാനൊക്കാത്ത ഒരു വാദഗതിയാണ്. രണ്ടുപേർക്കും ഒരുപോലെ ആനന്ദം പകരുന്ന, സന്തോഷം പകരുന്ന ഒന്നാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. എനിക്ക് യാതൊരു സന്തോഷമില്ലെങ്കിലും കുഴപ്പമില്ല, പാർട്ട്ണർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആരും സെക്സിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമാകുന്ന സത്യം. നാലാമത്തെ ഒരു വാദഗതി എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് കുഞ്ഞുണ്ടാകുവാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്, അതല്ലാതെ ശാരീരികമാകുന്ന സന്തോഷത്തിനോ സുഖത്തിനോ വേണ്ടിയല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനൊരു പ്രോസസ്സ് മനുഷ്യരീരത്തിന് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു പ്ലഷർ അനുഭവിക്കാനും കൂടി തന്നെയാണ് സെക്സിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നുള്ള ചില ദുരുപദേശങ്ങളും വ്യാപകമായി പരക്കാറുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഉത്തരമല്ല. ശാരീരിക ആനന്ദം, ശാരീരിക സുഖം എന്ന് പറയുന്നത് പൈശാചികമാണ്, ഭൗമികമാണ്. അതുകൊണ്ട് സ്വയംഭോഗം തെറ്റാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ശരീരത്തിൽ യാതൊരു സന്തോഷമോ ആനന്ദമോ ഒന്നും ഇല്ലാത്തതാണ് ഡിവിനിറ്റി ചിന്തിക്കുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കുന്ന പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആരോഗ്യത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ പച്ചക്കറി വേവിച്ച് തിന്നുക, അതുപോലെ ചിക്കൻ അതിന്റെ ബ്രോസ്റ്റ് പീസ് മാത്രം എടുത്ത് പുഴുങ്ങി തിന്നുക, ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ കഴിക്കുന്ന പോലുള്ള ഭക്ഷണ രീതിയാണ് വാസ്തവത്തിൽ ഹെൽത്തി ആയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് രുചിക്ക് വേണ്ടിയിട്ടും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുമാണ്. പലപ്പോഴും നമ്മൾ ഉറങ്ങുന്നത് ശരീരത്തിന് റെസ്റ്റ് വേണ്ടിയിട്ട് മാത്രമല്ല, പലപ്പോഴും നമുക്കൊരു ശരീരത്തിന് റിലാക്സേഷൻ കിട്ടുവാനും നമ്മൾ ഉറങ്ങാറുണ്ട്. പല ആനന്ദങ്ങളും നമ്മൾ ഏർപ്പെടാറുണ്ട്. അതൊന്നും പാപമല്ല. ഈ ഉത്തരവ് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു ഉത്തരമല്ല. അടുത്തൊരു ഉത്തരമാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ ലൈംഗികമാകുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ പറയുന്നതായിരിക്കും, കാരണം ഇത് ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇനി സ്വയംഭോഗം ചെയ്യുന്നത് പാപമല്ല എന്നൊരു വാദഗതിയും വളരെ വ്യാപകമായി പരക്കുന്നു. അതിൽ പല ഡോക്ടർമാരും ശാസ്ത്രീയമായി പറയുന്ന ഒരു വിശദീകരണമുണ്ട്. സ്വയംഭോഗം പാപമല്ല എന്ന് പറയത്തക്ക വണ്ണമുള്ള ചില വിശദീകരണങ്ങൾ. മാസ്റ്റുർബേഷനെ കുറിച്ചുള്ള പല സ്റ്റഡികളിലും പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും അധികം സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നത്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പുരുഷ ശരീരത്തിൽ സ്പേമിന്റെ ഉൽപാദനം വളരെ കൂടുതലാണ്. ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും പുരുഷ ശരീരത്തിൽ സ്പേം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്പേം അഥവാ ബീജം, അതുപോലെ തന്നെ ശുക്ലം, സെമൻ, ഇത് രണ്ടും പുരുഷത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് പുറന്തള്ളേണ്ടതാകുന്ന ഒരു ആവശ്യവുമുണ്ട്. പല പുരുഷന്മാർക്കും ഇത് ഒരു സമയം പരിധി കഴിഞ്ഞിട്ടും അത് ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, പുറന്തള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സമയപരിധി കഴിഞ്ഞ് ഇത് പുറന്തള്ളി
തെളിയില്ല എങ്കിൽ സ്വപ്നം കാണുന്ന സമയത്ത് ഉറക്കത്തിൽ ഇത് പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനാണ് സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടാകുന്ന പല വ്യക്തികൾക്കും സെക്ഷൽ ഡ്രീംസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അവരെ അതിഭീകരമാകുന്ന കുറ്റബോധത്തിലേക്ക് വിടും. അപ്പോൾ സ്വപ്നസ്ഖലനം സംഭവിക്കാതിരിക്കുവാനായിട്ട് പല ഡോക്ടർമാരും പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്വയംഭോഗമാണ്. അപ്പോൾ ഒന്നുകിൽ സ്വയംഭോഗത്തിലൂടെ അത് പുറത്തു പോകണം, അല്ലെങ്കിൽ സംഭോഗത്തിലൂടെ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷനിലൂടെ പാർട്ട്ണറിലൂടെ അത് പുറത്തേക്ക് പോകണം. അതല്ല എന്നുണ്ടെങ്കിൽ സ്വപ്നസ്ഖലനത്തിലൂടെയാണ് ഇത്തരത്തിൽ ഇജാക്കുലേഷൻ സെമൻ പുറത്തേക്ക് പോകുന്നത്. സ്വയംഭോഗം തെറ്റല്ല എന്ന അഭിപ്രായപ്പെട്ട മറ്റൊരു പോയിന്റാണ് ഇത് സ്ട്രെസ് റിലീഫാണ്. മനസ്സിലുണ്ടാകുന്ന പിരിമുറുക്കത്തെയും സ്ട്രെസ്സിനെയൊക്കെ റിലീഫ് ചെയ്യാനായിട്ട് സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ദൈവമില്ലാത്തൊരു വ്യക്തിക്ക് പോലും സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഒരു കുറ്റബോധം, ഒരു ഗിൽറ്റി ഫീല് മനസ്സിലുണ്ടാകാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഒരു സ്ട്രെസ് റിലീഫാണ് എന്ന് തീർത്ത് പറയാൻ കഴിയത്തില്ല. ചില ആളുകൾക്ക് അത് സ്ട്രെസ് ഉണ്ടാകുവാനാണ് സ്വയംഭോഗം കാരണമാകുന്നത്. മെഡിക്കലി പറയുന്ന മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് 20 മുതൽ 30% വരെ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾക്ക് കുറവായിരിക്കും. സ്വയംഭോഗം പാവമല്ല എന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ പറയുന്ന അടുത്ത റീസൺ എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് സ്വയംഭോഗം ചെയ്തേ മതിയാകും. ഉദാഹരണമായിട്ട് IUI, IVF തുടങ്ങിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് സ്പേം പുറത്തെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അത് സ്വയംഭോഗത്തിലാണ് പുറത്തെടുക്കുന്നത്. മാത്രമല്ല ഹെൽത്തി ആയിട്ടുള്ള പുതുതായിട്ടുള്ള സ്പേം എടുക്കേണ്ടതിന് ഇത്തരം ട്രീറ്റ്മെന്റിന് 3-4 ദിവസം മുമ്പ് തന്നെ സ്വയംഭോഗം ചെയ്യുവാനായിട്ട് ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം ചെയ്യുന്ന വ്യക്തികളിലേക്കും ഇത് പാപമാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ, അവർ നരകത്ത് പോകുന്ന ചിന്തയുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ ട്രീറ്റ്മെന്റുകളിലേക്കൊന്നും ഏർപ്പെടാൻ കഴിയുകയില്ല. ലൈംഗികതയെ പാപമാണെന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. സെക്സ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും സെക്സ് തെറ്റല്ല, ലൈംഗിക തെറ്റല്ല. എന്നാൽ അത് മറ്റൊരു വ്യക്തി, നിങ്ങളുടെ പാർട്ണർ അല്ലാത്ത ഒരു വ്യക്തി അവിടെ കടന്നു വരുമ്പോഴാണ് അത് പാപമാകുന്നത്. ഇനി പല റീസണും കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ടാണ് പലരും സ്വയംഭോഗം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, ഏത് കാരണം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് പരിശോധിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടും. സ്വയംഭോഗം പാപമാണോ ഇല്ലയോ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടും. സ്വയംഭോഗം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അത് ചെയ്യുവാനുള്ള റീസൺ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ റീസൺ എന്ന് പറയുന്നത് ഈ കെട്ടി നിൽക്കുന്ന സെമൻ അല്ലെങ്കിൽ സ്പേം പുറന്തള്ളുവാനായിട്ട് സ്വാഭാവികമായി അത് പുറന്തള്ളേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് പല പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യാറുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു സെക്ഷൽ തോട്ട്സ് ഇല്ലാതെ തന്നെ അവർക്ക് ചെയ്യുവാനായിട്ട് സാധ്യമാണ്. ഒരു തരത്തിലുള്ള ലൈംഗികമായ ചിന്തകളും ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ബാത്റൂമിലേക്ക് നമ്മൾ പോകുന്നത് പോലെ അത്തരത്തിൽ കെട്ടി നിൽക്കുന്നത് പുറന്തള്ളുവാൻ ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ യാതൊരു തോട്ട്സും ഇല്ലാതെ തന്നെ അവർക്ക് ചില ആഴ്ചകളോളം കെട്ടി നിൽക്കുന്നതിന് ശേഷം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. സ്വപ്നസ്ഖലനം സംഭവിക്കാതിരിക്കേണ്ടത് ഇത്തരം ആളുകളുടെ മനസ്സിൽ സെക്ഷൽ തോട്ട്സ് ഇല്ലാതെ തന്നെ ചെയ്യുവാനായിട്ട് സാധ്യം. എന്നാൽ ലൈംഗിക ചിന്തയില്ലാതെ ഒരിക്കലും സ്വയംഭോഗം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അത് അവരുടെ തന്നെ വാദഗതിയാണ്. അടുത്ത രണ്ടാമതായിട്ട് ഇത്തരത്തിൽ സ്വയംഭോഗം ചെയ്യുന്ന മറ്റു വ്യക്തികൾ പാർട്ട്ണർ അടുത്തില്ലാത്ത വ്യക്തികളായിരിക്കും. ഉദാഹരണമായിട്ട് ഭർത്താവ് ഗൾഫിലായിരിക്കും, ഭാര്യ നാട്ടിലായിരിക്കും, രണ്ട് സ്ഥലത്തായിരിക്കും. എന്നാൽ അവരുടെ സംഭാഷണങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സെക്ഷൽ ടോക്സ് കാണും. അതിൻ്റെ ഒടുവിലായിട്ട് അവർ പുറത്ത് ചാടിപ്പോകാതെ മറ്റ് ബന്ധങ്ങൾ ഏർപ്പെടാതിരിക്കുവാനായിട്ട് സ്വന്തം പാർട്ട്ണറെ ചിന്തിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യാറുണ്ട്. ഇവിടെയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും സ്വീകരിക്കാൻ കഴിയുന്ന തെറ്റാണ് എന്ന് പറയാൻ കഴിയത്തക്ക ഒരു വാദഗതി എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. ബൈബിളിൽ വാക്യമുണ്ട്, സ്ത്രീയെ കാമാസക്തിയോടെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് അവളുമായി വ്യഭിചാരം ചെയ്തു പോയി. ഒരു ലൈംഗിക ചിന്തയോടുകൂടി, സെക്ഷൽ തോട്ട്സോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നത് അത് വ്യഭിചാരമാണ് എങ്കിൽ ആ സ്ത്രീയെ ചിന്തിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നത് പോലുള്ള ലൈംഗിക പാപം തന്നെയാണ്. എന്നാൽ ഈ കേസിൽ ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ ഭാര്യ ചിന്തിക്കുന്നത് സ്വന്തം പാർട്ണറെ തന്നെയാണ്. അങ്ങനെ ഭാര്യയെ ചിന്തിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നത് പാപമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ മനസ്സിലാക്കുക, ചിന്തയില്ലാതെ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ സെക്സിൽ ഏർപ്പെടുന്നത്? അത്തരത്തിൽ നേരിട്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് ഈ തോട്ട്സ് ഉണ്ട്. കാരണം അവരുടെ പാർട്ണറാണ് വരുന്നത്. ഇത്തരത്തിൽ എജാക്കുലേഷൻ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം ആ പ്രോസസ്സിലാണ് നടക്കാറുണ്ട്. എന്നാൽ വിദൂരതയിലായതുകൊണ്ട് ഇത്തരത്തിൽ സ്വയംഭോഗത്തിലൂടെ അവിടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നിവർത്തിക്കുന്ന കപ്പിൾസ് എന്ന് വളരെ ധാരാളമാണ്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞിരിക്കുന്നത് ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. എന്നാൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് പണം ആവശ്യമാണ്. അതിനുവേണ്ടി നല്ല ശതമാനം ആളുകളും പാർട്ട്ണറെ പിരിഞ്ഞ് ഗൾഫിലേക്ക് പോകാറുണ്ട്. വാസ്തവത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയതും ഒരു കാരണവശാലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് ജീവിക്കരുത്, ഒരുമിച്ചിരിക്കുക. കാരണം ചിലപ്പോഴും ഗൾഫിൽ പോകുന്ന ഭർത്താവിന് ഇത്തരത്തിലുള്ള സെക്ഷൽ താല്പര്യങ്ങൾ കാണത്തില്ല.
നാട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാര്യയ്ക്ക് കാണാൻ സാധ്യതയില്ല, ഭർത്താവിന് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവർക്കുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ പലപ്പോഴും അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സ്വയംഭോഗത്തിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ തന്റെ പാർട്ട്ണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, രോഗങ്ങളുണ്ട് എങ്കിൽ ഒരാൾക്ക് അത്തരത്തിൽ സെക്സിൽ ഏർപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ മറു വ്യക്തിക്ക് അതിന് താല്പര്യമുണ്ട്. അത്തരം സമയങ്ങളിൽ അവർ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്നത് സ്വയംഭോഗത്തിലൂടെ ആയിരിക്കും. മറ്റൊരു ഗുരുതരമാകുന്ന പ്രശ്നമാണ് ചില പാർട്ട്ണറിൽ ഒരു പാർട്ട്ണർക്ക് ലൈംഗികമായ താല്പര്യങ്ങൾ കാണത്തില്ല, അവർക്ക് തന്റെ പാർട്ട്ണറുടെ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കാണത്തില്ല. അത്തരം സന്ദർഭങ്ങളിലും ഇത്തരം ആളുകൾ ലൈംഗിക പാപങ്ങൾ ചെയ്യാതിരിക്കേണ്ടതിന് സ്വയംഭോഗത്തിലൂടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കാണാറുണ്ട്. ഇവിടെയെല്ലാം ഈ കേസിൽ ഞാൻ പറഞ്ഞതെല്ലാം അവരുടെ അവകാശം, വ്യവസായാടിസ്ഥാനത്തിൽ അവരുടെ അവകാശമായിരിക്കുന്ന അവരുടെ പാർട്ട്ണറെ ചിന്തിച്ചുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുന്നത്. ഇവിടെ കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. കാരണം അവർ ഹൃദയം കൊണ്ട് ബന്ധപ്പെടുന്നത് അവരുടെ പാർട്ട്ണറെ തന്നെയാണ്. പലപ്പോഴും വിവാഹിതരാകുന്ന പല കപ്പിൾസിനിടയിലും ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ കാണാറില്ല. ഒരു വ്യക്തിക്ക് താല്പര്യമില്ലാത്ത കാരണം കൊണ്ടാണ്. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത്തരത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹബന്ധത്തിലേക്ക് കടക്കരുത്. നിങ്ങൾ എഴുതിയയച്ച സംഗതിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേലും അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പാർട്ണറുമായി സന്തോഷമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് കണ്ണടച്ച് തന്നെ ഇത് പാപമാണെന്ന് വാദിക്കുവാൻ കഴിയും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംശയമുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം കേസുകളിൽ, ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് ചെയ്യേണ്ടി വരുന്ന വ്യക്തികൾക്ക് ഭീകരമാകുന്ന കുറ്റബോധം ഉണ്ടാകുകയും തുടർന്ന് അവർക്ക് ദൈവത്തിന്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതെയൊക്കെ ഉള്ള മാനസിക സംഘർഷം കടന്നു പോകും. ദൈവം നിന്നും അകലുവാനായിട്ട് ഇടയാത്തരും. പുതിയ നിയമത്തിൽ ഡയറക്റ്റ്ലി ഇതിനെക്കുറിച്ചൊരു വേദവാക്യമോ സംഭവങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് കൂടുതൽ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. എന്നാൽ നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ശതമാനം ആളുകൾ അവിടെ എത്താൻ കാരണമാകുന്ന ഒരു പാപമാണ്. ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തൊരു കൂട്ടർ സ്വയംഭോഗം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് സ്പേം പുറത്തെടുക്കേണ്ടത് ആവശ്യമാണ്. സ്വയംഭോഗത്തിലൂടെ മാത്രമേ അത് പുറത്തെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ വിശുദ്ധനാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നവനാണ്, ഞാൻ ദൈവവേദലാണ്, അതുകൊണ്ട് ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ കഴിയത്തില്ല. അത്തരം ട്രീറ്റ്മെന്റിന് പോകുന്ന വ്യക്തികൾ പോലും ഇത് പാപമാണ് എന്ന് പറയാറുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുതാപരമാകുന്ന സത്യം. അത്തരത്തിൽ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ അവരുടെ പാർട്ണറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സിന്നല്ല. എന്നാൽ തീർച്ചയായിട്ടും മറ്റൊരു സ്ത്രീ, മറ്റൊരു പുരുഷൻ നിങ്ങളുടെ തോട്ട്സിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ അത് പാപം തന്നെയാണ്. അടുത്തൊരു കൂട്ടർ പലപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നതാണ് ഗൗരവമാകുന്ന, ഗുരുതരമാകുന്ന പ്രശ്നം. അവർ സ്വയംഭോഗം ചെയ്യാനുള്ള കാരണം തന്നെ സെക്ഷൽ തോട്ട്സുകളാണ്. എന്റെ മെസ്സേജ് എത്രയും കേൾക്കുമ്പോൾ സ്വയംഭോഗം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇതൊരു ലൈസൻസ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കുക. സെക്ഷൽ തോട്ട്സ് നിമിത്തം, ലൈംഗികമാകുന്ന ചിന്തകൾ നിമിത്തം സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതിൽ 100% അത് ലൈംഗിക പാപം തന്നെയാണ്. സ്വയംഭോഗം ചെയ്യുന്ന നല്ല ശതമാനം ആളുകളും അത് ചെയ്യാനുള്ള റീസൺ ഇത് തന്നെയാണ്. സെക്ഷൽ തോട്ട്സ് നിമിത്തമാണ് അവർ സ്വയംഭോഗം ചെയ്യുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് പല യുവാക്കളും യുവതികളും ആഘോഷിക്കുന്ന ഒന്നാണ് സ്വയംഭോഗം. അവര് ഇത് ചെയ്യുവാൻ പറയുന്നു, ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു, സ്ട്രെസ് റിലീഫിന് വേണ്ടി എന്ന് പറയുന്നു. പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്വയംഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പല വീഡിയോസും പല പോസ്റ്റുകളും പല റീലുകളും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ സ്ത്രീകളിലേക്കും ഈ സ്വയംഭോഗത്തിന്റെ അഡിക്ഷൻ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം സ്ത്രീ സമത്വവാദം എന്നൊക്കെ പറഞ്ഞ പോലെ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആകുവാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ഒരു സ്ത്രീ പുരുഷനെ പോലെ ആകണ്ട. ഞാൻ മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്നതിനർത്ഥം ഞാൻ അവരെക്കാളും താഴ്ന്നതാണ് എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ്. എന്നാൽ സ്ത്രീകൾ സ്ത്രീകളായി തന്നെ ജീവിക്കുക. പുരുഷന്മാരെ പോലെ അനുകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നല്ല വശങ്ങൾ എടുത്ത് നല്ലതായിരിക്കും. ഉദാഹരണമായിട്ട് റിയൽ ഫെമിനിസം എന്ന് പറയുന്നത്
എല്ലാ മേഖലയിലും ഉദാഹരണമായിട്ട് ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നല്ല വേതനം ലഭിക്കണം, എല്ലാ ജോലികളും സ്ത്രീകൾക്ക് ചെയ്യുവാനായിട്ട് കഴിയണം, അവരുടെ വാക്കുകൾക്ക് അംഗീകാരം കിട്ടണം, അവർ ചെയ്യുന്നതാകുന്ന ജോലിക്ക് ഒത്തവണ്ണം പുരുഷന്മാർക്കുള്ളതുപോലുള്ള വേതനം ലഭിക്കണം. ഇങ്ങനെയുള്ള സകല വിഷയങ്ങളിലും സ്ത്രീകൾ ഉയർന്നു വരിക തന്നെ വേണം. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന പല ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷന്മാർ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു തുടങ്ങുന്ന ചിന്തയാണ്. ഉദാഹരണമായിട്ട് പുരുഷന്മാർ സിഗരറ്റ് വലിക്കുന്നു, അതുകൊണ്ട് സ്ത്രീകളും സിഗരറ്റ് വലിക്കുന്നു. പുരുഷന്മാർ കഞ്ചാവ് വയ്ക്കുന്നു, പുരുഷന്മാർ ഡ്രഗ്സ് വയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ സ്ത്രീകളും അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ്. പുരുഷന്മാർ രാത്രി നൈറ്റ് ഡ്രൈവ് ചെയ്ത് പലതരത്തിലുള്ള പാപങ്ങളിലേക്കും ഏർപ്പെടുന്നു, സ്ത്രീകളും അത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുകയാണ്, സ്ത്രീകളും അത് ചെയ്യുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാർ എന്താണോ ചെയ്യുന്നത് ആ എല്ലാ മോശം വശങ്ങളും സ്ത്രീകൾ അതുപോലെ കോപ്പി അടിക്കുന്നത് റിയൽ ഫെമിനിസം അല്ല. വാസ്തവത്തിൽ അത് പൈശാചികമാകുന്ന ഒരു പ്ലാനും പദം തന്നെയാണ്. ഞാൻ MSW പാസ്സായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ പറയട്ടെ, റിയൽ ഫെമിനിസം എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് കാണുന്ന പല ഫെമിനിസവും റിയൽ ഫെമിനിസം അല്ല, അത് ഡീമോണിക്കാണ്, പൈശാചികമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളൊന്നും, സെമൻ ഉൽപ്പാദിപ്പിക്കുക, അത് ഇജാക്കുലേറ്റ് പുറത്തു പോവുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സ്ത്രീകൾക്കില്ല. എന്നാൽ അവർക്ക് ഓവുലേഷൻ സമയത്ത് പതിവിൽ വിപരീതമായി സെക്ഷൽ തോട്ട്സ്, സെക്ഷൽ അർജ് വളരെ കൂടുതലായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിലാണ് സാധാരണ നോർമലി സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യാറുള്ളത്. എന്നാൽ ഈ സന്ദർഭത്തിലും സെക്ഷൽ തോട്ട്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മനസ്സിലാക്കുക, സെക്ഷൽ തോട്ട്സോടുകൂടി സ്ത്രീ ആയാലും പുരുഷനായാലും സ്വയംഭോഗം ചെയ്യുന്നത് പാപം തന്നെയാണ്. ഞാൻ നേരത്തെ പരാമർശിച്ചു, ലൈംഗികത ഒരിക്കലും പാപമല്ല. എന്നാൽ അത് അന്യ പുരുഷനോ അന്യ സ്ത്രീയോ ആകുമ്പോൾ മാത്രമാണ് അത് സിന്നാകുന്നത്. നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ സന്തോഷമാണ്, വേറെ ആർക്കും ദോഷം ചെയ്യുന്നില്ല, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ചിന്തയിൽ മറ്റൊരു വ്യക്തി കടന്നു വരുന്നു എന്നുണ്ടെങ്കിൽ, ആ ചെയ്യുന്ന സമയത്തോ ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾക്ക് അത്തരത്തിൽ ചിന്തകൾ വരുന്നു എന്നുണ്ടെങ്കിൽ, ആ ചിന്തിച്ച വ്യക്തിയുമായി അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ടു എന്ന് തന്നെയാണ് വേദവസ്തുവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ലൈംഗിക അരാജകത്വമാണ്, ലൈംഗിക പാപം തന്നെയാണ്. ഇത്തരത്തിൽ ലൈംഗിക ചിന്തയോടുകൂടി സ്വയംഭോഗം ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഇത്തരം ആളുകളുടെ എണ്ണം വളരെ കൂടുകയാണ്. അതിന് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് തന്നെയാണ് മെയിൻ കാരണമാകുന്നത്. കാരണം പണ്ടൊക്കെ ചെറിയ നഗ്നത കണ്ടാൽ പോലും അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അതൊരു മോശമാണെന്ന ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ വളരെ സർവ്വസാധാരണമായി കാണിക്കുകയാണ്. പൂർണ്ണ നഗ്നത മാത്രമാണ്, അല്ലെങ്കിൽ ഫോണോഗ്രാഫി, നീലചിത്രങ്ങൾ മാത്രമാണ് മോശമാണ് എന്ന ചിന്ത പലരിലേക്കും കയറിയിട്ടുണ്ട്. ചെറിയ ചെറിയ തരത്തിലുള്ള ഷോർട്സ്, സെക്ഷൽ റിലേഷൻസോ അല്ലെങ്കിൽ അത്തരമുള്ള വീഡിയോസോ ഒന്നും തെറ്റല്ല എന്ന ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ന്യൂഡിറ്റി, നഗ്നതാ പ്രദർശനം വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്ന ആ വീഡിയോസിലെല്ലാം ഇത്തരത്തിലുള്ള സെക്ഷൽ കണ്ടന്റ് ആണുള്ളത്. ഈവൻ കാർട്ടൂൺസിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുകയാണ്. ഇത്തരം കാര്യങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിൽ ജിജ്ഞാസ വരികയും അവർ ഇത്തരത്തിലുള്ള സ്വയംഭോഗങ്ങൾ ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഒരു കാലത്ത് മലയാള സിനിമകളിൽ ഒരു പ്രണയരംഗം വരുമ്പോൾ ഒരു മരത്തിന്റെ മറവിലോ മറ്റുമൊക്കെ കാണിച്ചിരുന്ന രംഗം എന്ന് പബ്ലിക്കായിട്ട് തന്നെ ലിപ് ലോക്ക് പോലുള്ള സീനുകൾ വളരെ ഓപ്പണായിട്ട് തന്നെ കാണുകയാണ്. ഇത് കാണുന്ന വ്യക്തികളിലേക്ക് ലൈംഗിക ചിന്തകൾ ഉണ്ടാകും എന്നുള്ള സത്യമാണ്. എന്നാൽ ഈ അഭിനയിക്കുന്ന നടന്മാർ ഇതൊരു ജോലിയാണ് എന്ന് പറഞ്ഞാണ് അവരെ നിസ്സാരവൽക്കരിക്കുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാകും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കാം, നിങ്ങളുടെ ശരീരത്തെ, പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങളുടെ ശരീരത്തെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ലൈംഗിക ചിന്ത വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ അത് കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരം സീനുകൾ കണ്ടും കേട്ടും, ഇത്തരം കഥകൾ കേട്ടും, ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നും സ്റ്റോറീസ് കേട്ടുമൊക്കെ സെക്ഷൽ വികാരങ്ങൾ ഉണ്ടായിട്ടാണ് ഈ കാലത്ത് സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നത്. 100% അത് പൈശാചികമാണ്, ഡീമണിക്കാണ്. ബൈബിളിന്റെ വാക്യമുണ്ട്, നിങ്ങൾ വേശ്യയോട് പറ്റിച്ചേരുന്നതെല്ലാം ഒരു ശരീരമായി മാറുകയാണ് എന്നർത്ഥം. ആ വേശ്യയിലുള്ള സകല ഡീമൺസും സകല ദുരാത്മാക്കളും നിങ്ങളിലേക്ക് പ്രവേശിക്കും. അതൊരു ചാനലാണ്. ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഒരു വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആത്മലോകത്ത് നിങ്ങൾ സെക്ഷലി ബന്ധപ്പെടുകയാണ്. ഏത് വ്യക്തിയെ ചിന്തിച്ചാട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, ആ വ്യക്തിയിലുള്ള സകല ദുരാത്മാക്കളും നിങ്ങളിലേക്ക് പ്രവേശിക്കും. നീലചിത്രങ്ങൾ കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾ ആ കാണുന്ന വീഡിയോസിൽ കാണുന്ന കഥാപാത്രങ്ങളിൽ സാധാരണ മനുഷ്യരല്ല. അവരുടെ മുമ്പിലേക്ക് ക്യാമറയുണ്ട്, സംവിധായകനുണ്ട്, പലതരത്തിലുള്ള ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇത്തരം
ഇത്തരം മ്ലേച്ഛതകൾ കാണിക്കുന്നത് സാധാരണ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ നിങ്ങൾ ചിന്തിച്ചു നോക്കേ. വേശ്യാ സ്ത്രീകൾ പോലും അടച്ചിട്ട മുറിക്കകത്താണ് വേശ്യാവൃത്തി ചെയ്യുന്നത്. എന്നാൽ ഇത്തരം നടീനടന്മാർ അവർ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, ഒരു കൂട്ടത്തിന്റെ മുമ്പിൽ പബ്ലിക്കിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഇത്തരം മ്ലേച്ഛതകൾ, അതിന്റെ പേരിൽ സൈത്താനിക് ചേർച്ചുകാരുടെ ഒരു വലിയ സംഭാവന തന്നെയുണ്ട്. ഇത് കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന നിങ്ങളിലേക്ക്, നിങ്ങളുടെ മുറിയിലേക്ക്, നിങ്ങളുടെ അരികിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്തുമാത്രം ദുരാത്മാക്കൾ കടന്നു വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നീലചിത്രങ്ങളെക്കുറിച്ചും മറ്റൊരു വീഡിയോ ഞാൻ വിശദമായി ചെയ്യുന്നതായിരിക്കും. സ്വയംഭോഗം ചെയ്യാനുള്ള അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ഒരു ശീലം. ചില ആളുകൾ നഖം കടിക്കുന്നത് പോലെ, ചില ആളുകൾ കൈ കടിക്കാറുണ്ട്, ചില ആളുകൾ 24 മണിക്കൂർ മൊബൈൽ നോക്കിയിരിക്കാറുണ്ട്, ചില ആളുകൾ വെറുതെ ഇരിക്കുമ്പോൾ തല ഇങ്ങനെ വെട്ടിക്കുന്ന ഒരു ശീലം പലർക്കുമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശീലമുണ്ട്. ഇതുപോലെ ചില ആളുകൾ സ്വയംഭോഗം ചെയ്യുന്നൊരു ശീലമാക്കിയിട്ടുണ്ട്. രാവിലെ ഒരു നേരം, ഉച്ചയ്ക്ക് ഒരു നേരം, രാത്രി ഒരു നേരം, അങ്ങനെ 3 നേരം ഗുളിക കഴിക്കുന്നത് പോലെ പല ആളുകളും ഇത് ശീലമാക്കാറുണ്ട്. ഈ ശീലം പതുക്കെ അഡിക്ഷനിലേക്ക് പോകും. അടുത്തൊരു കൂട്ടർ സ്വയംഭോഗം ചെയ്യാനുള്ള കാരണം അഡിക്ഷനാണ്. അവർ ഒന്നിലധികം തവണ, 4 or 5 തവണയൊക്കെ ഒരു ദിവസം സ്വയംഭോഗം ചെയ്യാൻ സാധ്യതയുണ്ട്, തുടർമാനമായി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് വാസ്തവത്തിൽ അവരുടെ മനസ്സിന്റെ ചിന്തകളെ പോലും കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറായി, ഒരു അഡിക്ഷനായി മാറുകയാണ്. മദ്യത്തിന് അഡിക്റ്റ് ആകുന്നത് പോലെ, കഞ്ചാവിന് അഡിക്റ്റ് ആകുന്നത് പോലെ പല ആളുകളും ഇന്ന് സ്വയംഭോഗത്തിന് അഡിക്റ്റ് ആകുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കത്തില്ല. അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ റിലേഷനേക്കാളും അവർക്ക് ആനന്ദം എന്ന് പറയുന്നത് സ്വയംഭോഗമായിരിക്കും. അതിനൊക്കെ റീസണുകൾ, സ്പിരിറ്റ് റീസൺ എന്ന് പറയുന്നത് ഡീമൺസ് ആണ്, പിശാചുക്കൾ തന്നെയാണ് അത്തരം അഡിക്ഷന്റെ പിന്നിൽ വ്യാപരിക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് കഴിയും, എങ്ങനെ ഇത് അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് ഇന്നും മോചിക്കപ്പെടുവാൻ കഴിയും എന്നതാണ് അടുത്ത ചിന്തിക്കാൻ പോകുന്നത്. പലപ്പോഴും പല ആളുകൾ പറയുന്നത് പിശാച് എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും പിശാചല്ല നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത്, നിങ്ങളായിട്ടാണ് ഇത്തരം പാപം ചെയ്യുന്നത്. ആ പാപം ചെയ്യുമ്പോഴാണ് പിശാച് നിങ്ങളിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പിശാചിന് ആ ചെയ്യുവാനുള്ള ചിന്ത ഇടുവാൻ, സെക്ഷൽ തോട്ട്സ് ഇടുവാൻ പിശാചിന് സാധ്യമാണ്. ബൈബിൾ പറയുകയാണ്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നിങ്ങൾക്ക് മോഹമിടുന്ന, സെക്ഷൽ ഡിസയർ ഇടുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയോ കേൾക്കുകയോ നോക്കുകയോ ചെയ്യരുത്. നേരത്തെ പറഞ്ഞുള്ള വീഡിയോസ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം സെക്ഷൽ തോട്ട്സ് വരും. അത്തരം സ്റ്റോറീസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തോട്ട്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യരുത്. എങ്ങനെ? മോഹങ്ങൾ ജനിക്കുമാർ. അങ്ങനെ മോഹങ്ങൾ ജനിക്കുകയാണ് എങ്കിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അത്തരം മോഹം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ആക്ടുകൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നും. എന്നാൽ ഇത്തരം നിങ്ങൾ മോഹിച്ചുകൊണ്ട് അന്യ സ്ത്രീയോ പുരുഷനെയോ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ടുണ്ട്, അതിനൊരു ശമ്പളമുണ്ട്. ബൈബിൾ പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം മരണം. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തേക്ക്, നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക്, നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക്, സകല മേഖലയിലേക്കും മരണം കടന്നു വരാനായിട്ട് സാധ്യമാണ്. പിശാചിന് നിയമപരമാകുന്ന അവകാശം നിങ്ങളെ തകർക്കുവാൻ ലഭിക്കും. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മോഹങ്ങൾ ജനിക്കുമാർ കേൾക്കുകയോ കാണുകയോ സംസാരിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. 2, നിങ്ങൾ ഈ ശീലങ്ങളെ മാറ്റുക. ഇപ്പോൾ നഖം കടിക്കുന്ന ഒരു ശീലം ഒരാൾക്കുണ്ടെങ്കിൽ മനഃപൂർവ്വമായി അത് സ്റ്റോപ്പ് ചെയ്യുക. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അത് ഓർത്തെടുത്തുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വമായി ചെയ്യാതിരിക്കുക. മനുഷ്യന് കഴിയാത്തതായിട്ടൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവന് ചന്ദ്രനിൽ പോകാൻ കഴിയുമെങ്കിൽ മനുഷ്യനെല്ലാം സാധ്യമാണ്, ചെയ്യുവാൻ സാധ്യമാണ്. നിങ്ങൾക്കത് സാധ്യമാണ്. നിങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കഴിയണം. അതല്ല, നിങ്ങൾക്ക് പറ്റാതെ വണ്ണം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നെങ്കിൽ നിങ്ങൾ അടിമയാണ്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഏത് പാപത്തോട് നിങ്ങൾ തോക്കുന്നു ആ പാപത്തിൽ നിങ്ങൾ അടിമയാണ്. വളരെ ഗമയിൽ അടിയുണ്ടാക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, കഞ്ചാവ് വയ്ക്കുന്ന, ഡ്രഗ്സ് വയ്ക്കുന്ന, സ്വയംഭോഗം ചെയ്യുന്ന, ബ്ലൂ ഫിലിം കാണുന്ന ആളുകൾ വലിയ ഗമയിലാണ് സംസാരിക്കാറുള്ളത്. വാസ്തവത്തിൽ അവർ അഡിക്റ്റാണ്. ഇതൊക്കെ ചെയ്യാൻ എല്ലാവരെ കൊണ്ട് സാധ്യമാണ്. എന്നാൽ ഇത് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അത് അഡിക്ഷൻ ഇല്ലാത്ത വ്യക്തിക്ക് സാധ്യമാണ്. നിങ്ങളൊന്നിനും അധീനരല്ല, നിങ്ങൾ സകലത്തെ വാഴുന്നവരാണ്. നിങ്ങളെ ഒന്നും കൺട്രോൾ ചെയ്യരുത്, ഒരു ശീലങ്ങളും നിങ്ങളെ കൺട്രോൾ ചെയ്യരുത്. അടുത്ത നല്ലൊരു മെത്തേഡ്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്.
നേരത്തെ ഞാൻ പറഞ്ഞത് മോഹങ്ങൾ ജനിക്കുന്ന ഇൻപുട്ട് കൊടുക്കരുത്. എന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ടീനേജിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വളരെ അധികം വരാൻ സാധ്യതയുണ്ട്. കാരണം ആ സമയത്തുള്ള ഹോർമോൺ ഉൽപ്പാദനം, പുതിയ അറിവുകൾ, ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിലൊക്കെ ജിജ്ഞാസ ഉണ്ടായിട്ട് തന്നെ ഇത്തരം ചിന്തകളായിരിക്കും ടീനേജിലെ കുട്ടികൾക്ക് എല്ലായ്പ്പോഴും നല്ല ശതമാനം ഇത്തരം ചിന്തകളായിരിക്കും കൂടുതലും അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ഇത്തരം തോട്ട്സ് വരുന്നത്. ഉദാഹരണമായിട്ട് പഠിക്കുവാനിരിക്കുമ്പോൾ നമ്മൾ ശാന്തമായിരിക്കുകയാണ്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും സെക്ഷൽ തോട്ട്സ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് യാത്ര ചെയ്യുമ്പോൾ, രാത്രി കിടക്കുവാൻ പോകുമ്പോഴൊക്കെയും ഇത്തരം തോട്ട്സുകൾ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തോട്ട്സുകളെ നിയന്ത്രിക്കുവാനായി ഫലവത്താകുന്ന മെത്തേഡുകൾ സ്വീകരിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു ഹോബി ഉണ്ടാകും, എന്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റണം. ഇപ്പോൾ ചെറുപ്പക്കാരാകുന്ന ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകുവാനായിട്ട് സാധ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റ്സിനെ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും. കലാപരമാകുന്ന കഴിവുള്ളവർ നിങ്ങൾക്ക് ആ ചിത്രരചനയിലും മറ്റുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ എന്തിലെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്, പ്രത്യേകിച്ച് ടീനേജിലെ കുട്ടികൾ. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയത്ത് തോട്ട്സുകൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുക, വായ് തുറന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ വാ തുറന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. മറ്റ് ചിന്തകൾ നിങ്ങളിലേക്ക് വരുവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മൗനമായി പ്രാർത്ഥിക്കുന്നതിന് പകരം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ വായി തുറന്ന് ശബ്ദമെടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം തോട്ട്സ് വരാനുള്ള സാധ്യതകൾ കുറയാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ശാന്തമായി വായിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എങ്കിലും ഇത്തരം തോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്സായി നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാം. വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങൾ പരമാവധി കുറയ്ക്കുവാനായിട്ട് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കം വരും മാത്രം നിങ്ങൾ കട്ടിലേക്ക് കിടക്കുക. ഇത് ഡോക്ടർമാരും മറ്റ് വ്യക്തികളും ഒക്കെ പറയുന്ന ഒരു റെമഡി കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും സ്വീകരിക്കാം. നല്ല ഉറക്കം അതിനുശേഷം മാത്രം നിങ്ങൾ ബെഡിലേക്ക് പോവുക. എൻ്റെ ടീനേജിൽ ഞാൻ ചെയ്ത ഒരു മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുക, കർത്താവിനെ വചനം ധ്യാനിക്കുക. ബൈബിൾ പറയുന്നുണ്ട്, കിടക്കമേൽ എൻ്റെ വചനത്തെ ധ്യാനിച്ചു കൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ, വേദപുസ്തകത്തിലെ സംഭവങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂറോ 3/4 മണിക്കൂറോ സുവിശേഷ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം ആ വായിച്ച ഭാഗം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും കണ്ട്, യൂട്യൂബൊക്കെ കണ്ട്, ഫേസ്ബുക്ക് കണ്ടിട്ടാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെ അത് സ്വയംഭോഗത്തിലേക്ക് നയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ടാലൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുറ്റത്തിറങ്ങി നിങ്ങൾ കിളയ്ക്കുക, നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടുക, നിങ്ങൾ പയറോ ഏതെങ്കിലുമൊക്കെ കൃഷികളെങ്കിലും ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സിന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് മുതിർന്നവർക്ക് വളരെ അലോഹ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ടീനേജിലൂടെയും മറ്റും ഈ പാപങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് രക്ഷപ്പെടണം, നീതിയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവച്ചയിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്ന അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെ ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനും അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മനസ്സിലാക്കണം, ഈ പാപമൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വളരെ സന്തോഷമാണ്, വളരെ ഗമയാണ്. എന്നാൽ അവരെ സന്തോഷിപ്പിച്ചത് മതി. ദൈവത്തിന്റെ സന്നിധിയിൽ ഇവരെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തെ പ്രസാദിപ്പിക്കുക, മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കാനുള്ളത്. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളിടയിൽ പേർ പറക പോലും അരുത്. ദുർനടപ്പ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കരുത്. നിങ്ങൾക്ക് സാധ്യമാണ്. ഏത് അഡിക്ഷൻ ഉണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള ഈ പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരുവാനായിട്ട് സാധ്യമാണ്. ഞാൻ ഓൾറെഡി ഇതിനെ വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ തോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈംഗികതയല്ല പ്രശ്നം, മറ്റൊരു വ്യക്തിയിലൂടെ ആകുമ്പോഴാണത് പ്രശ്നം. ഒരു മനോഹരമാകുന്ന ഒരു പുഷ്പം നിങ്ങൾ പറിച്ചെടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് അന്യന്റെ ഒരിടത്തിൽ മറ്റൊരാളുടെ പുഷ്പമാകുമ്പോഴാണ് അത് ദോഷമാകുന്നത്. എൻ്റെയും വീരുടെ ഏതെങ്കിലും പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് എനിക്ക് വിമർശനം വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ധൈര്യത്തോടു കൂടി തന്നെ ഞാനത് പ്രസംഗിക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഈ വിഷയം മൂലം സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തീർച്ചയായിട്ടും എൻ്റെ ശുശ്രൂഷ ലൈഫിൽ ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും പലരോട് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ധൈര്യപൂർവ്വം ചെയ്യുന്നത്. മനസ്സിലാക്കുക, സകലത്തിൻ്റെ മേലുള്ള കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നിങ്ങൾക്ക് കഴിയാത്തതായിട്ട്
ഒന്നുമില്ല. എത്ര അഡിക്ഷൻ ആണെങ്കിലും എത്ര വലിയ സ്വഭാവമാണെങ്കിലും നിങ്ങളെ ശക്തീകരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കതിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ, നിർത്തുവാൻ സാധ്യമാണ്. നിങ്ങളൊരു ജയാളിയായിരിക്കട്ടെ. അനാവശ്യ കുറ്റബോധങ്ങളിൽ നിങ്ങളെ പിശാച് പിടിച്ച് താഴ്ത്തി നിങ്ങളുടെ ആത്മീയത ഇല്ലാതാക്കാതിരിക്കാൻ ഈ മെസ്സേജ് കാരണമാകട്ടെ. ദൈവത്തിന്റെ നീതിയിൽ നടക്കുക, വിശുദ്ധി നടക്കുക. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.